നിപ്പ പോലെ തന്നെ നമ്മളെ പേടിപ്പെടുത്തിയ ഒന്നായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം. എന്തായാലും അതിലൊരു ആശ്വാസ വാർത്ത വരുന്നത് ആ 14 വയസ്സുകാരൻ ഇപ്പോൾ ആശുപത്രി വിട്ടു എന്നുള്ളതാണ്. പനിപ്പേടിക്കിടയിലും ആരോഗ്യ കേരളത്തിന് ആശ്വാസ വാർത്തയായിരുന്നു ഇത്. എന്തായാലും ആ ഒരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. രാജ്യത്ത് ആദ്യമായാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം സംഭവിച്ച അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒരാൾ രോഗമുക്തി നേടി ആശുപത്രി വിടുന്നത് എന്നത് നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ മേന്മ എന്ന രീതിയിൽ തന്നെ പറയാം. അത് അഭിമാനിക്കാവുന്ന വകയാണ്. മാത്രമല്ല രാജ്യത്ത് ആദ്യമായിട്ടാണ് ഈ രോഗത്തിന് ഇന്ന് ഈ രീതിയിലുള്ള ചികിത്സയാണ് വേണ്ടത് എന്ന് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഒരു മാർഗം. ആ മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രോഗമുക്തി നേടി ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്നത്. കഴിഞ്ഞ മാസം 30-നാണ് പള്ളിക്കര സ്വദേശി അഫ്നാൻ ജാസിമിന് അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങൾ കണ്ടത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക്. 3-ാം നാൾ മുതൽ ജർമ്മനിയിൽ നിന്നെത്തിച്ച മരുന്ന് നൽകി തുടങ്ങി. 21 ദിവസം നീണ്ട ആശുപത്രി വാസത്തിന് ശേഷം ജീവിതത്തിലേക്ക്. എന്നെ നോക്കിയ ഡോക്ടേഴ്സിൻ്റെ കൂടെയും സിസ്റ്റേഴ്സിൻ്റെ കൂടെയും അതേപോലെ ദൈവത്തിൻ്റെ കൂടെയും ഇതായിട്ട് പിന്നെ ദൈവത്തിൻ്റെ ഒരു പരീക്ഷണങ്ങളായിരിക്കാം. ആരോഗ്യരംഗത്തിന് ഇത് അപൂർവ നേട്ടം. ഇന്ത്യയിൽ സർവൈവേഴ്സ് ഇല്ല. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ കൺഫേംഡ് പ്രൈമറി അമീബ് മെനിഞ്ചൈറ്റിസിൻ്റെ സർവൈവറാണ് നമ്മുടെ കുട്ടി. അതുതന്നെ അവൻ പൂർണ്ണ ഒരു ന്യൂറോളജിക്കൽ ഡെഫിസിറ്റും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഡിസ്ചാർജ് ആവുന്നത്. അത് നമ്മുടെ ആരോഗ്യരംഗത്തിന് ഒരു വലിയ നേട്ടം തന്നെയാണ്. ലോകത്തു തന്നെ ഈ രോഗം ബാധിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് 11 പേർ മാത്രം. കുട്ടിയെ ചികിത്സിച്ച മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. 24 കോഴിക്കോട്.